ദൈവം ആദ്യമായി അടച്ച ഒരു വിഷയം പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ആരംഭിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 7-ന്റെ 17-ാമത്തെ വാക്യം വായിച്ചു, 16-ാമത്തെ വാക്യം വായിച്ചു. ഹല്ലേലൂയ. ഗുഡമന അരികല ശന്തന. ഹല്ലേലൂയ. ഉൽപ്പത്തി ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജഡത്തിൽ നിന്നും ആണും പെണ്ണുമായി കടന്നു. യഹോവ വാതിൽ അടച്ചു. യഹോവ വാതിൽ അടച്ചു. ഹല്ലേലൂയ. അടയപ്പെട്ട ചില വാതിലാണ് പറയുന്നത്. യഹോവ പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. ദൈവമക്കളെ, ദൈവം അടച്ചാൽ പിന്നെ അത് ആർക്കും തുറക്കാൻ പറ്റത്തില്ല. നീ ഭൂമിയിൽ എത്ര മിടുക്കനെന്ന് പറഞ്ഞാലും ദൈവം അടച്ചാൽ പിന്നെ തുറക്കാൻ പറ്റത്തില്ല. അത് പണിത ആശാരിയാണെന്ന് പറഞ്ഞാലും ദൈവം അടച്ചാൽ പിന്നെ അത് തുറക്കാൻ പറ്റത്തില്ലെന്ന്. നീ എത്ര വലിയ ഉന്നത കുലജാതനാണെങ്കിലും, നീ ഹല്ലേലൂയ പ്രൈസ് ദി ലോർഡ്, നീ ഇവാഞ്ചലിസം ബോർഡിന്റെ ഡയറക്ടർ എന്ന് പറഞ്ഞാലും, സെക്രട്ടറി എന്ന് പറഞ്ഞാലും, യൂണിറ്റിന്റെ പ്രസിഡന്റ് എന്ന് പറഞ്ഞാലും, ഹല്ലേലൂയ, ദൈവം അടച്ചാൽ പിന്നെ അത് ആർക്കും തുറക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഇന്ന് രാത്രി ഞാൻ ഒരു കാര്യം പറയാം, ഒരു ദൂത് നിങ്ങളോട് പറയാം. നിങ്ങളുടെ മുൻപിൽ ദൈവം ഒന്നും അടയ്ക്കാതിരിക്കട്ടെ. നിങ്ങളുടെ തലമുറയുടെ മുൻപിൽ, നിങ്ങളുടെ നന്മയുടെ മുമ്പിൽ ദൈവം ഒന്നും അടയ്ക്കാതിരിക്കട്ടെ. ദൈവം അടച്ചാൽ പിന്നെ അത് ആർക്കും തുറക്കുവാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വെളിപ്പാട് പുസ്തകത്തിൽ വായിക്കുന്നത്, ആർക്കും അവൻ തുറക്കുവാൻ കഴിയാതെ വണ്ണം അടയ്ക്കുവാൻ കഴിയുന്നവൻ. പ്രാർത്ഥനയോടെ ആയിരിക്കണമേ, സ്തോത്രം പറഞ്ഞുകൊണ്ടായിരിക്കണം. ഞാൻ വിശ്വസിക്കുകയാണ് ഈ വചനം നിങ്ങളുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കും. ആമേൻ. നിങ്ങളുടെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെയുള്ള വിഷയങ്ങളിലേക്ക് ഇത് വ്യാപരിക്കും. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങളിലേക്ക് ഈ വചനം വ്യാപരിക്കും. കാരണം ഈ വചനം ജീവനുള്ളതാണ്. ആമേൻ. ഈ വചനം ദൈവത്തിന്റെ വചനമാണ്. ദൈവം ആമേൻ തിരുവായി മൊഴിഞ്ഞ് അരുളി ചെയ്യുമ്പോൾ അതങ്ങനെ സംഭവിക്കും. ആർക്കും തുറക്കുവാൻ കഴിയാതെ വണ്ണം അടയ്ക്കുവാൻ കഴിയുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആർക്കും തുറക്കുവാൻ കഴിയാതെ വണ്ണം അടയ്ക്കുവാൻ കഴിയുന്നവൻ. അതുകൊണ്ടാണ് ദൈവം ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. ദൈവം പെട്ടകത്തിന്റെ വാതിൽ അടച്ചു. ഇനി അതിനകത്ത് നിന്നുകൊണ്ട് നോഹ വിചാരിച്ചാലും രക്ഷയില്ല, തുറക്കാൻ പറ്റത്തില്ല. നോഹ നോക്കുമ്പോ കൊച്ചപ്പനും മാവനും അളിയനൊക്കെ വന്ന് തട്ടുകയാണ്. കൊച്ചുപിള്ളേരെ കൊണ്ട് തോളിൽ കെട്ടുമ്പോൾ മനസ്സാക്ഷി തോന്നുന്നു നോഹയ്ക്ക്, ഒന്ന് തുറന്നു കൊടുക്കാമോ എന്ന് മനസ്സാക്ഷി തോന്നുന്നുണ്ട്, കുറ്റബോധം തോന്നുന്നുണ്ട്. പക്ഷെ സ്വർഗം അടച്ചുപോയി. സ്വർഗം അടച്ചുപോയി. ഇനി അത് തുറക്കുവാൻ കഴിയത്തില്ല. ഈ രാത്രി ഇതിന്റെ മുൻപിൽ ദൈവം ഒരു നന്മകളും അടയ്ക്കാതിരിക്കട്ടെ.